നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിന് വീണ്ടും കുരുക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന പരാതിയുമായി അതിജീവിത രംഗത്ത് വന്നിരുന്നു. അത് പോലീസ് അന്വേഷിക്കുകയായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ, ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരിയെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കാനായി കോടതിയിൽ അപേക്ഷ നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ പരാതി നൽകിയ യുവതിയെ രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചതോടെയാണ് കേസെടുക്കുന്നതും രാഹുൽ ഈശ്വർ അറസ്റ്റിലായതും. ഈ കേസിൽ ജാമ്യം അനുവദിച്ചപ്പോൾ പരാതിക്കാരിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന കർശന നിർദ്ദേശം, കർശന ഉപാധികളോടെയാണ് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയത്. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. അതായത് പരാതിക്കാരെ ഇനി അധിക്ഷേപിക്കരുത് എന്ന ആ ഒരു വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നാണ് പോലീസ് അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വീഡിയോ പരാമർശങ്ങൾ അതിജീവിതയുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണെന്നും പോലീസ് അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യം നൽകിയ കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അത് റദ്ദാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി ഉടൻ രാഹുൽ ഈശ്വറിന് നോട്ടീസ് അയക്കും. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്താണ്, അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണ്, നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ചുവടുവയ്പ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം എന്തുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നത്, അതിജീവിതയുടെ ഭർത്താവ് തൻ്റെ കുടുംബജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും അതിജീവിതയുടെ ഭർത്താവിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ കളത്തിൽ നിറഞ്ഞത്. അതായത് താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുവാവ് വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ യൂട്യൂബ് വീഡിയോയിലൂടെ രാഹുൽ ഈശ്വർ വീണ്ടും നടത്തുന്നു. ഇതാണ് പരാതിക്കാരിയുടെ പരാതിക്ക് അടിസ്ഥാനമായി മാറിയത്. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയിട്ട് നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നായിരുന്നു അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്കും DGPക്ക് ഈ മാസം 2-നാണ് പരാതി നൽകിയത്. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇത് ഖേദകരമാണ്. തന്നെപ്പോലെ വേദനിക്കുന്ന ഒട്ടേറെ പേർക്ക് വേണ്ടിയാണ് പരാതി നൽകിയതെന്നും തനിക്ക് നീതി വേണമെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. തന്നെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വരൻ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് താൻ കണക്കിലെടുക്കുന്നില്ല എന്നും അതിജീവിതയുടെ ഭർത്താവ് വ്യക്തമാക്കി. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നയാളാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ എന്നെയും വിളിച്ച് സംസാരിക്കേണ്ടതല്ലേ? അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ MLAയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ഒരു നിയമസഭാ അംഗത്തിനെതിരെയാണ് പരാതി നൽകിയത്. ഒരു MLA ആണ് അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും പാലക്കാട് വിലസുകയാണ്. ഇത് തന്നെ മാത്രം പ്രശ്നമല്ല, പുറത്തു പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത്. കുടുംബജീവിതം തകർത്തുവെന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നില്ല. മാങ്കൂട്ടത്തിലിനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ട് വേണമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറയണമെന്നും ഈ അതിജീവിതയുടെ മുൻ ഭർത്താവ് വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയുമായുള്ള വിവാഹമോചന നടപടികൾക്കായി അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്നും വലിയ വേദനയിൽ കൂടിയാണ് താനും മാതാപിതാക്കളും കടന്നുപോയത്. ഏക മകനാണ് താൻ. അവരെയും ആശ്വസിപ്പിച്ച് കൂടെ നിർത്തി മുന്നോട്ട് പോയത് താൻ തന്നെയാണ്. അതുകൊണ്ട് തനിക്കും നീതിക്ക് അർഹതയുണ്ട്. അത് കിട്ടുന്നത് വരെ പ്രതികരിക്കുകയും പോരാടുകയും ചെയ്യുമെന്നും അതിജീവിതയുടെ ഭർത്താവ് വ്യക്തമാക്കിയിരുന്നു. ഭർത്താവിൻ്റെ ഈ പരാതി അടിസ്ഥാനമാക്കി രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തു. ഇതിനെതിരെയാണ് യുവതി പരാതി നൽകിയത്. പരാതിക്കാരി അധിക്ഷേപിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ രാഹുൽ ഈശ്വർ ലംഘിച്ച യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. AIGക്ക് കിട്ടിയ പരാതി സൈബർ പോലീസിന് കൈമാറി. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചോ എന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു. എന്തായാലും അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ആ ഒരു കാര്യം കോടതിയിൽ പോലീസ് അറിയിച്ചിരിക്കുകയാണ്. അതിജീവിതയ്ക്ക് നേരെ നടന്ന സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ 16 ദിവസത്തിന് ശേഷമായിരുന്നു രാഹുലിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നിരവധി തവണ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും നിഷേധിച്ചിരുന്നു. പിന്നീട് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി ഈ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ രംഗത്ത് വരികയായിരുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. യുവതിക്കെതിരെ രാഹുൽ ഈശ്വർ വീണ്ടും വീഡിയോ ചെയ്തു. AIGക്ക് കിട്ടിയ പരാതി സൈബർ പോലീസിന് കൈമാറി.
കൈമാറി ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ വീണ്ടും പരാതിക്കാരി ഉന്നയിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ ഈ ഫേസ്ബുക്കിലൂടെ ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അതിൽ ചില പോസ്റ്റുകൾ ഇപ്രകാരം ഒരു പോസ്റ്റ്, അതായത് അതിജീവിതയുടെ ഭർത്താവിനെ അനുകൂലിച്ചുകൊണ്ട് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ്. സത്യം പുറത്ത്, ഭർത്താവുണ്ട്, അവനോടൊപ്പം വ്യാജ പരാതി പൊളിയുന്നു. ഓർക്കുക, രാഹുൽ ഈശ്വറാണ് നിങ്ങളോട് സത്യം പറഞ്ഞത്. എന്നെ 16 ദിവസം ജയിലിൽ ഇട്ടതുകൊണ്ട് സത്യം വെളിയിൽ വരാതിരിക്കില്ല. ഭർത്താവുണ്ട്, അവനാണ് ഇര, അവനോടൊപ്പം. ആ പാവം ചെറുപ്പക്കാരനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവൻ്റെ ഒരു തെറ്റുമില്ലാതെ വേദനയും നഷ്ടങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് ആ യുവാവ്. എന്നും 1% സത്യത്തോടൊപ്പവും 99% കള്ളത്തോടൊപ്പം ആയിരിക്കും നമ്മൾ. ആ 1% ബാക്കിയുള്ള 99% മുകളിൽ വിജയം നേടുകയും ചെയ്യും. 7 കള്ളങ്ങൾ വേഴ്സസ് 7 സത്യങ്ങൾ എന്ന മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി രാഹുൽ ഈശ്വർ പങ്കുവച്ചിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കാം. കള്ളങ്ങൾ പറഞ്ഞാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം, ചില കള്ളങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതയോടൊപ്പം പിണറായി സർക്കാർ എന്നത് കള്ളമാണെന്നും സത്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ സ്ത്രീ വിഷയം ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് സത്യമെന്നുമായിരുന്നു രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. മാത്രമല്ല, രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഫോട്ടോ പങ്കുവച്ചു അധിക്ഷേപിച്ചു എന്നത് കള്ളമാണെന്നും ഇലക്ഷൻ കഴിയുന്നതുവരെ രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്നാൽ CPM കപട സ്ത്രീപക്ഷ നറേറ്റീവിനെ എതിർക്കാൻ ആരും കാണില്ല എന്നതാണ് സത്യമെന്നും രാഹുൽ ഈശ്വർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഓ മൈ ഗോഡ്, എന്ത് പരാതിക്കാരിക്ക് അപ്പോൾ ഭർത്താവുണ്ടോ? 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഭർത്താവ് എങ്ങനെ ഉണ്ടാകും? ഓർക്കുക, രാഹുൽ ഈശ്വർ മാത്രമാണ് നിങ്ങളോട് സത്യം പറയുന്നത്. 99% മീഡിയ അതിജീവിതയ്ക്ക് ഭർത്താവുണ്ടെന്ന കാര്യം മറച്ചുവെച്ചു. സത്യമേവ ജയ് ഗാന്ധി ജയ് ഹിന്ദ് എന്നായിരുന്നു രാഹുൽ ഈശ്വരൻ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. മാത്രമല്ല, ഞാൻ ആ പാവം ചെറുപ്പക്കാരനൊപ്പമാണ്. ചതിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, കുടുംബജീവിതം തകർന്ന അവനൊപ്പം തന്നെയാണ്. അവനാണ് ഇര, യഥാർത്ഥ അതിജീവിതൻ, അല്ലാതെ അതിജീവിതയല്ല. ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും മാത്രമല്ല ഈ യൂട്യൂബ് വീഡിയോയിലൂടെയുള്ള നിലപാടുകളും ഒക്കെയാണ് രാഹുലിന് വീണ്ടും കുരുക്കായി മാറിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വർ ഈ കേസിൽ ജാമ്യം നൽകിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കേസിൽ അറസ്റ്റിലാകുന്നു, ജയിലിനകത്ത് നിരാഹാരം ചെയ്യുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ രാഹുൽ ഈശ്വർ നിരാഹാരം നടത്തുന്നു. തുടരെ ജാമ്യ ഹർജികൾ തള്ളപ്പെടുന്നു. പിന്നീട് അയയുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാമെന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഭക്ഷണം കഴിച്ചു. പിന്നീട് ശേഷം വീണ്ടും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് തന്നെ ആ പരാതിക്കാരിയെ അപമാനിക്കരുത്, അല്ലെങ്കിൽ ആ പരാതിക്കാരിയെ മറ്റു രീതിയിലും സംസാരിക്കരുത് അവർക്കെതിരെ എന്ന ഉപാധികളോടെ ജാമ്യം നൽകിയിട്ട് വീണ്ടും അത്തരത്തിലുള്ള തെറ്റ് ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ അത് വലിയ കുരുക്കായി മാറിയിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത വീണ്ടും പരാതി നൽകി. അതിൽ കഴമ്പുണ്ടെന്ന് പോലീസും കണ്ടെത്തിയിരിക്കുന്നു. അത് കോടതിയിൽ വ്യക്തമാക്കുന്നു. ഇനി എന്താണ് കോടതിയുടെ അടുത്ത നീക്കം? രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യം നിലവിൽ ശക്തമാവുകയാണ്. വരും മണിക്കൂറുകൾ കോടതിയിൽ നിന്നുള്ള ഒരു നീക്കം എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.